ഫോർ ഷുവർ കളിച്ചേ പറ്റുമായിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് കളിക്കണമെന്ന് അത് ആ സിറ്റുവേഷനിൽ ഡിമാൻഡായിരുന്നു ആ സിറ്റുവേഷൻ്റെ. സോ ഞാനും അങ്ങനെ തന്നെ ആലോചിച്ച് വന്നത്. ആൻഡ് ഫസ്റ്റ് ഇന്നിങ്സ് ഈ 100 മിസ്സായതുകൊണ്ട് ഒരു ചാൻസും കൂടെ കിട്ടുന്നുണ്ട്, 100 ഉണ്ടാക്കണം. ഈസി ആയിരിക്കത്തില്ല, പക്ഷേ ആ ഒരു തോട്ട് മനസ്സിലുണ്ടായിരുന്നു. കളിക്കണം, ചാൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് നല്ലതായിട്ട് കളിക്കുമ്പം അതെന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു. സോ കൂടുതലൊന്നും ആലോചിച്ചില്ല. സെഷൻ ബൈ സെഷൻ കളിച്ച് നേരെ കളിച്ച് സിംഗിൾസ് എടുക്കാൻ നോക്കി. ആൻഡ് അപ്പോൾ ഒരു ബൗണ്ടറി വരുന്നുണ്ടായിരുന്നു. സോ കൂടുതൽ ട്രൈ ഒന്നും നമ്മൾ ചെയ്തില്ല. സെഞ്ചുറി അടിച്ചതിന് ശേഷമുള്ള സെലിബ്രേഷനിൽ 9 എന്ന് കാണിച്ചു. അത് 9 സെഞ്ചുറിയാണ് ഈ സീസണിൽ. അത് സെലക്ടർമാർ കണ്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും കാണുന്നുണ്ട്. ആൻഡ് എൻ്റെ സൈഡിൽ നിന്ന് സ്കോർ ചെയ്യാനേ ഞാൻ നോക്കുന്നുള്ളൂ. അവരുടെ ജോബാണ് സെലക്ട് ചെയ്യാൻ. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന സ്കോർ ചെയ്യാനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആൻഡ് ലൈക്ക് ഐ സൈഡ് സെലിബ്രേഷൻ ചെയ്യാൻ എല്ലാവരും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ചെയ്യുമെന്ന്. അത്രേ ഉള്ളൂ. എൻ്റെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല ചെയ്തത്. ഈ 5th ഡേയിലേക്ക് വരുമ്പോൾ ട്രോഫി വിദർഭയുടെ ഷെൽഫിൽ എത്തിക്കഴിഞ്ഞു. എന്താ തോന്നുന്നത്? അങ്ങനെയൊന്നും പറയാൻ ഒക്കത്തില്ല. ക്രിക്കറ്റ് ഒരു ഫണ്ണി ഗെയിമാണ്. സോ ബട്ട് നമ്മൾ പോയി നാളെയും സ്റ്റാർട്ട് ചെയ്യണം. ഒരു 1-2 സെഷൻ കളിക്കാൻ നോക്കണം. ആൻഡ് ബൈ സെഷൻ കളിക്കാൻ നോക്കിയാൽ ഫോർ ഷുവർ നമുക്ക് ഒബ്വിയസ്ലി അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ആ അഡ്വാൻറ്റേജിനെ കൂടുതലാക്കണമെന്ന് നോക്കും. നാളെ മാക്സിമം റൺ എടുക്കുകയാണോ ഉദ്ദേശം ഫസ്റ്റ്? വേറെ ഒന്നും നമുക്ക് അത്രയ്ക്ക് വേറെ ഒന്നും ഉദ്ദേശമില്ല. എത്ര നേരം ഒക്കോ കളിക്കാൻ നോക്കോ അത്ര നേരം കളിക്കാൻ നോക്കും. കേരളത്തിന് പണി കൊടുക്കാതെ കേരളത്തിന് വേണ്ടി കളിക്കും എപ്പോഴെങ്കിലും? അങ്ങനത്തെ ഇപ്പോൾ സിറ്റുവേഷൻ ഇല്ല. വരുമ്പം അങ്ങനത്തെ നോക്കാം.